എനിക്ക് എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആയിട്ടൊരു ബിലീഫ് ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ച് വലുതാവുമ്പം ഒക്കെ ശരിയാവും. ഐ വാസ് എ ഗോൾഡൻ ചൈൽഡ്. വീട്ടുകാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇവള് പഠിച്ച് വലുതാവുമ്പം നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്ന് വിചാരിക്കുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് അവർക്കും ഉണ്ടായിരുന്നു. ഒരു പരിധി കൂടുതൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. മണി ആയിട്ടുള്ള എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അത്ര ബ്യൂട്ടിഫുൾ അല്ലായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എപ്പോഴും ഒരു ഡേ ടു ഡേ സ്ട്രഗിൾ ഉണ്ടല്ലോ, അപ്പോൾ ആ സ്ട്രഗിൾ ഞാൻ ശരിക്കും കണ്ടും എക്സ്പീരിയൻസ് ചെയ്തും ഒക്കെയാണ് വളർന്നത്. കുട്ടികൾ ഉറങ്ങിയെന്ന് പേരൻസ് വിചാരിച്ചാലും നമ്മൾ ഓവർ ഹിയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കറിയാം, എൻ്റെ ഓർമ്മയിൽ അത് ഞാൻ കേട്ടിട്ടുള്ളത് അമ്മയും ഗ്രാൻഡ് മദറും കൂടെ സംസാരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പം അമ്മ ഇത്തരം സ്ട്രഗിളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. നമ്മൾ ചില സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോകാനൊക്കെ പൈസ ഇല്ലാതെ വരുന്ന അത്തരം അമ്മ തന്നെ നമ്മളോടൊന്ന് ചോദിക്കാം, മക്കളെ ആ കമ്മലൊന്ന് തന്നിരുന്നെങ്കിൽ നമുക്കൊന്ന്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് മണി മാനേജ് ചെയ്യുന്ന ഒരാള് അമ്മയാണ്. ഇപ്പോൾ FD എന്ന് പറഞ്ഞു, അത് ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് രീതി തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്ത് വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? ദാറ്റ് ഇസ് സംതിങ് സെക്യൂർ എന്നുള്ളൊരു ഫീലുണ്ട്. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ അവസാനം പറയുന്ന ഈ കണ്ടീഷൻസ് അപ്ലൈ ഉണ്ടല്ലോ, മാർക്കറ്റ് റിസ്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫിയർ ആണെന്ന് തോന്നുന്നു. മണി കടം കൊടുത്തിട്ടാണ് മിക്കവാറും പിന്നീട് സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ പല റിലേഷൻഷിപ്പും സ്പോയിൽ ആവാറുള്ളത്. ഗോൾഡ് ആണോ, FD ആണോ, റിയൽ എസ്റ്റേറ്റ് ആണോ? അങ്ങനെ ചോദിച്ചാൽ മേ ബി FD ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഗോൾഡിലേക്ക് നോക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അതിനൊരു വാല്യൂ ഉള്ള പോലെ ഒന്നും എനിക്കെന്തോ ഫീൽ ചെയ്യാറ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ആക്ട്രസ്സാണ്, റൈറ്ററാണ്, ടെലിവിഷൻ ഹോസ്റ്റാണ്. ഷീ ഓൾസോ ഹാസ് എ യൂട്യൂബ് ചാനൽ വിച്ച് ഷോസ് ലൈഫ് അൺഎഡിറ്റഡ്. സോ അശ്വതി ശ്രീകാന്ത്, വെൽക്കം ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. താങ്ക് യു. അശ്വതി, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി കാര്യം സാമ്പത്തികമാണ്. നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഓരോ ആൾക്കാരുടെ ലൈഫിൽ എക്സ്പീരിയൻസസ് ആണല്ലോ അവരുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ആൾക്കാരുടെയും അവർക്ക് ഫിനാൻഷ്യൽ അവരുടെ ലൈഫിലുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസസ് ആയിരിക്കും അവരുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ അശ്വതിക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഒരു മണിയായിട്ടുള്ള അശ്വതിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്താണ്? മണി ആയിട്ടുള്ള എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അത്ര ബ്യൂട്ടിഫുൾ അല്ലായിരുന്നു. ബിക്കോസ് വളരെ ആവറേജ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു. അന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിക്ക ഫാമിലീനെയും കമ്പയർ ചെയ്യുമ്പം നമ്മൾ കുറച്ച് വെൽ ഓഫ് ആണെന്ന് ആളുകൾക്ക് തോന്നുമെങ്കിലും അത്ര വെൽ ഓഫ് അല്ലാത്ത സിറ്റുവേഷൻ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. അമ്മ എല്ലാ സമയത്തും വർക്കിംഗ് ആയിരുന്നു. പക്ഷേ എപ്പോഴും ഒരു ഡേ ടു ഡേ സ്ട്രഗിൾ ഉണ്ടല്ലോ, അപ്പോൾ ആ സ്ട്രഗിൾ ഞാൻ ശരിക്കും കണ്ടും എക്സ്പീരിയൻസ് ചെയ്തും ഒക്കെയാണ് വളർന്നത്. ഞാൻ ജനിക്കുന്ന സമയത്ത് വി വെയർ ഇൻ എ റെൻറ്റഡ് ഹോം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിച്ച് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുറമേ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് എവറിത്തിങ് ഈസ് ഗുഡ്. അച്ഛൻ ഗൾഫിലാണ്, ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് മറ്റേ ചോക്ലേറ്റ്സും വേറെയുള്ള നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടാത്ത കുറേ പ്രിവിലേജസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടമായിട്ടും ലോണുകളായിട്ടും അങ്ങനെയുള്ള സ്ട്രഗിൾസ് കൂടെ ഫാമിലി ഗോ ത്രൂ ചെയ്യുന്നത് എല്ലാ സമയത്തും ചൈൽഡ്ഹുഡിൽ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും ഭയങ്കര യെസ് അതെ, അതിൻ്റെ ഭയങ്കര ഇൻറ്റൻസിറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നാമത്തെ കാര്യം, നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് ആ ഒരു സെൻസ് ഉണ്ടാവുമല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ അല്ല, വി നോ എന്തിൽ കൂടെയാണ് പേരൻസ് ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ അറിയാം. കാരണം നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, ഫാമിലി ടൈംസ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പോലും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും നമുക്ക് അറിയാം ഇവരെന്താ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഓവർ ഹിയർ ചെയ്യുമല്ലോ. അതെല്ലാ കുട്ടികൾ ഉറങ്ങിയെന്ന് പേരൻസ് വിചാരിച്ചാലും നമ്മൾ ഓവർ ഹിയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാം, എൻ്റെ ഓർമ്മയിൽ അത് ഞാൻ കേട്ടിട്ടുള്ളത് അമ്മയും ഗ്രാൻഡ് മദറും കൂടെ സംസാരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ബിക്കോസ് അച്ഛൻ മോസ്റ്റ് ഓഫ് ദ ടൈം നാട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മ ഇത്തരം സ്ട്രഗിളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, മറ്റേ പാലിന് പൈസ കൊടുക്കാറായി, മറ്റേ പത്രത്തിൻ്റെ പൈസ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഇതുണ്ടല്ലോ. കൂടുതൽ അമ്മയാണ് ഫിനാൻസ് മാനേജ് ചെയ്തിരുന്നത്. ബിക്കോസ് അച്ഛനൊരു സ്റ്റഡി ഇൻകം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനത് ഇങ്ങോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്തൊരു എമൗണ്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും എന്നുള്ളതിനപ്പുറത്ത് ഡേ ടു ഡേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അച്ഛൻ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നിട്ടില്ല, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയാണത് കൂടുതലും മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് മണി മാനേജ് ചെയ്യുന്ന ഒരാൾ അമ്മയാണ്.
ബിക്കോസ് ഷീ ഈസ് വെരി പെർട്ടിക്കുലർ. എല്ലാ കാര്യത്തിനും അമ്മയ്ക്ക് കണക്കുണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ കല്യാണ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ലൈക്ക് അങ്ങനെ മറ്റേ നമ്മുടെ ഹൗസ് വാമിങ് ഈ സമയത്തൊക്കെ എന്തായിരുന്നു എക്സ്പെൻസ് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഡയറി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ദെയർ. അത് ഈവൻ ടുഡേ അത് പ്രോപ്പറായിട്ട് അമ്മ അത് മെയിൻറ്റെയിൻ ചെയ്യും. എവറി ഡേ അത് എഴുതി വെക്കും. എനിക്കിപ്പോഴും ഇല്ലാത്തൊരു ഹാബിറ്റാണത്. പക്ഷെ അമ്മ അത് ഭയങ്കര ഡിസിപ്ലിനോടെ അമ്മ അത് മാനേജ് ചെയ്യാറുണ്ട്. ആൻഡ് മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇതുപോലത്തുള്ള സ്ട്രഗിൾസ് കണ്ടിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോകാനൊക്കെ പൈസ ഇല്ലാതെ വരുന്ന അത്തരം വളരെ വിസിബിളായിട്ട് അങ്ങനത്തെ സ്ട്രഗിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ തന്നെ നമ്മളോടൊന്ന് ചോദിക്കാം, അമ്മ മക്കളെ കമ്മലൊന്ന് തന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് അങ്ങനെയുള്ള ഇമോഷണൽ മൊമെൻറ്റ്സ് ചൈൽഡ്ഹുഡിൽ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഓൾസോ എനിക്ക് എല്ലാ സമയത്തും കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ബിലീഫ് ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ച് വലുതാവുമ്പം ഒക്കെ ശരിയാവും. നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് എ ഗോൾഡൻ ചൈൽഡ്. വീട്ടുകാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇവള് പഠിച്ച് വലുതാവുമ്പം നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് വിചാരിക്കുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് അവർക്കുണ്ടായിരുന്നു. അത് ഒരു പരിധി കൂടുതൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതൊരു ബിലീഫായിരുന്നു എനിക്കൊരു സമയം വരെ. അപ്പോൾ എനിക്കത് ഫുൾഫിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ എനിക്കെപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു, ഞാൻ വലുതാകുമ്പം എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും പൈസ ഉണ്ടായിരിക്കും, എനിക്ക് അച്ഛനും അമ്മയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആവാതെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രോങ് ബിലീഫായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ മാനിഫെസ്റ്റായി വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ മണിയുമായിട്ടുള്ള റിലേഷൻ അത്ര ഭയങ്കര സേഫ് റിലേഷനാണെന്ന് ഞാൻ പറയില്ല. കുട്ടിക്കാലത്ത് എങ്ങനെ പൈസ തരണത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു വീട്ടിൽ? യെസ് അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വിഷു കൈനീട്ടമൊക്കെ ആയിട്ട് കിട്ടുന്ന പൈസകളാണല്ലോ അന്നത്തെ കാലത്തെ ഭയങ്കര വലിയ സേവിങ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നു, ഇപ്പം നമ്മൾ അച്ഛൻ്റെ അമ്മയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അപ്പോഴൊക്കെ നമുക്ക് നോട്ടായിട്ട് എന്തെങ്കിലും കിട്ടാം. അതെ അങ്ങനത്തെയൊക്കെയാണല്ലോ നമ്മൾ നോർമലി ആ ഒരു ടൈമിൽ എടുത്ത് വെക്കുമ്പോൾ. ഞാനത് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആളാണ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. എപ്പോഴും ഞാനത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ അത് അമ്മ എപ്പോഴും പറയും. ഇപ്പം അമ്മ എന്നെയും ബ്രദറിനെയും കൊണ്ടാണ് പുറത്ത് പോകുന്നതെങ്കിൽ അമ്മ ചോദിക്കും, എന്തെങ്കിലും വേണോ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഇല്ലമ്മ കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് ആണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അമ്മ പറയും, ബ്രദറിനെ കൊണ്ട് പോകുമ്പോൾ അവൻ കുറച്ചുകൂടെ കുട്ടിയാണ്. അപ്പോൾ അവൻ പറയും, അമ്മ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം എന്ന് പറയും. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കും, മോൾക്ക് എന്തെങ്കിലും വേണോ, പറഞ്ഞോ, മേടിച്ചു തരാം, ഇപ്പം അമ്മയുടെ അടുത്ത് പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഐ വാസ് വെരി കോൺഷ്യസ്. അമ്മയ്ക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു തോട്ട് കോൺസ്റ്റൻ്റായിട്ട് കൊണ്ട് നടന്നിരുന്നൊരു കുട്ടിയാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ 10th എക്സ്കർഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പറയാനൊരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ, അവർക്കിത് പറ്റുമല്ലോ എന്നുള്ളത്. ചിലപ്പോൾ അവരത് ഓക്കെ കുഴപ്പമില്ല അത് ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമുക്കൊരു കൺസേൺ ഉണ്ടാവും, നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണോ, നമ്മൾ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു ടീനേജ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയം വരെയും കോൺസ്റ്റൻ്റായിട്ട് അത്തരം ഒരു തോട്ടിൽ തന്നെ ജീവിച്ചിട്ടുള്ള MBA. എങ്ങനെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ എടുത്ത് വെച്ച് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചത് അങ്ങനെ ഓർമ്മയുണ്ടോ വല്ലതും? എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്കൊരു ആട്ടും കുഞ്ഞുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ കരഞ്ഞ് വഴക്കുണ്ടാക്കി വാശി പിടിച്ച് നമ്മൾ മേടിപ്പിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ആകെ വാശി പിടിച്ച് മേടിച്ചത് ഒരു ആട്ടും കുഞ്ഞിനെയാണ്. അപ്പം അതിനെ വളർത്തി അത് വലുതായി, അതിനൊരു കുഞ്ഞുണ്ടായി, നമ്മൾ അതിനെ വിൽക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ നോക്കാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പോൾ അതിനെ വിൽക്കേണ്ടി വന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിനെ വിറ്റ് കിട്ടിയ പൈസ അപ്പോൾ അമ്മ അത് എൻ്റെ എന്നുള്ള പോലെ എനിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ച ഒരു പൈസയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇതിനെ വിൽക്കേണ്ടി വന്നതിൽ ഭയങ്കര ഇമോഷണലായിരുന്നു. പക്ഷെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ആ പൈസയും കൊണ്ട് അമ്മ പോയിട്ട് എനിക്ക് 2 സ്വർണ്ണ കമ്മൽ മേടിച്ച് തന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ആടിനെ വിറ്റ പൈസയ്ക്ക് 2 കമ്മലൊക്കെ കിട്ടുന്നൊരു കാലമായിരുന്നു. അപ്പോൾ 2 മറ്റേ ഈ മുന്തിരിക്കൊല പോലെ കിടക്കുന്ന 2 കമ്മൽ മേടിച്ച് തന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെന്തോ ഒരു ആവശ്യം വന്നപ്പം അതെടുത്ത് വിൽക്കുകയോ പണം വെക്കുകയോ ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെയൊക്കെ, അല്ലാതെ വലിയ കൂട്ടി വെച്ച് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും മേടിച്ചത് അങ്ങനെ ഓർമ്മയില്ല. അതുപോലെ ഫസ്റ്റ് ജോബ് എന്തായിരുന്നു? ഫസ്റ്റ് ജോബ് റേഡിയോ ജോക്കി ആയിട്ട് തന്നെയാണ്? അല്ലല്ല, ഞാനിവിടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് സാലറി കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്തു? പിന്നെ ഓർമ്മയുണ്ട്. ഫസ്റ്റ് സാലറി കിട്ടിയത് ഞാൻ നേരെ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ദാറ്റ് വാസ് വെരി ഇമോഷണൽ മൊമെൻറ്റ്. നമ്മുടെ ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാനിതിങ്ങനെ അമ്മയുടെ കയ്യിലൊക്കെ കൊണ്ടു കൊടുത്ത് ഇങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഹോസ്റ്റൽ ഫീസിനുള്ളതൊക്കെ മാറ്റി വെച്ചോ, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ
ഇടപാടിടാനുള്ള പൈസ അങ്ങനെയുള്ള പൈസയൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇപ്പം കുറേ ഇപ്പം ടി വി ആങ്കറായി, പിന്നെ അപ്പം ഏതിലാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് തോന്നിയത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മേജറായിട്ട് തന്നിട്ടുള്ളത് ടി വി ഷോസാണ്. ബിക്കോസ് ടി വി ഷോസിൻ്റെ ഇൻകം ഇസ് ഡിഫറെൻറ്റ്. നമുക്കിപ്പോൾ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ എംപ്ലോയി ആണ്. ടി വി ഷോസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമ്മളൊരു കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് റേഡിയോ സ്റ്റേഷനിൽ നമുക്കൊരു 1 മന്ത് കിട്ടുന്ന ഒരു സാലറി ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു 1 ഡേ വർക്ക് ചെയ്യുമ്പോൾ ടെലിവിഷനിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഷോയ്ക്കും എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ടെലിവിഷൻ ചാനൽസ് പേ ചെയ്തിരുന്നൊരു സമയമാണ്. എനിക്ക് തോന്നുന്നു അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. ആങ്കേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുള്ളൊരു കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബിക്കോസ് വെൻ ഐ സ്റ്റാർട്ടഡ് ഇൻ ഒരു 2014 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പേ ഉണ്ടായിരുന്നു, ഡീസൻ്റ്ലി പെയ്ഡ് ആയിരുന്നു. ഇപ്പം ഒരു ഫിക്സഡ് ഇൻകം നിന്ന് ഒരു ഫ്ലെക്സിബിൾ ഇൻകത്തിലേക്ക് പോയല്ലോ. അപ്പോൾ ആ ടൈമിൽ എങ്ങനെ മാനേജ് ചെയ്ത്, ലൈക്ക് ഹൗ യു ടുക്ക് ദാറ്റ് കോൾ, പിന്നെ അതേപോലെ അതെങ്ങനെ മാനേജ് ചെയ്തു? അത് ആക്ച്വലി റിസ്ക് എടുക്കുക ആയിരുന്നു. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് സംവെയർ ഇൻസൈഡ് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫുണ്ട്, മണി വിൽ കം. അതായത് ഞാൻ ഒരിക്കലും മണീനെ കുറിച്ച് ഭയങ്കര വറീഡ് അല്ല. അതായത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എം ടി ആവുന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഐ ഹാവ് എ വെരി സ്ട്രോങ് ബിലീഫ് ഇറ്റ് വിൽ കം. ദാറ്റ് ഈസ് മൈ റിലേഷൻ വിത്ത് മണി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ ആങ്സൈറ്റി ഉണ്ടാവില്ല എനിക്ക്, അയ്യോ തീർന്നല്ലോ എന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് എപ്പോഴും വർക്കൗട്ട് ആയിട്ടുണ്ട്. ദ നെക്സ്റ്റ് മൊമെൻറ്റ് എനിക്ക് എവിടെന്നെങ്കിലും ഒരു വർക്കായിട്ട് വരും, അല്ലെങ്കിൽ കിട്ടാനുള്ള പൈസ ആരെങ്കിലും വിളിച്ചു തരുന്ന എക്സ്പീരിയൻസസ് ആണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരിക്കലും ഞാൻ വറീഡ് ആവാറില്ല മണിയുടെ കാര്യത്തിൽ. അത് സമയമാകുമ്പോഴേക്കും ഇറ്റ് വിൽ ഫ്ലോ എന്നുള്ളൊരു ബിലീഫുള്ള ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ, അതിൻ്റെ റിസൾട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും എനിക്കതിനകത്ത് ഭയങ്കര റിസ്ക് എടുക്കലാണെന്നൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ശരിക്കും നമുക്ക് ഓതൻറ്റിസിറ്റിയും വേണം, ആൾക്കാരുടെ ട്രസ്റ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റും നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതെങ്ങനെ മാച്ച് ചെയ്യുക, അത് മാച്ച് ചെയ്യാൻ എങ്ങനെ ശ്രമിക്കാറ്? ഞാനിങ്ങനെ യൂട്യൂബ് ഞാനൊരു മേജർ ഇൻകം സോഴ്സ് ആയി കണ്ടിട്ട് ചെയ്തൊരു കാര്യമല്ല. ഓക്കെ. ബിക്കോസ് അതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് കൺവിൻസിങ് അല്ലാത്ത കോണ്ടന്റുകൾ നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള പ്രൊമോഷൻസ് നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് തോട്ട് പ്രോസസ്സുകൾ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വലിയൊരു മേജർ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എനിക്കെന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളുടെ കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ഇത്തരം സാധനങ്ങളാണ് പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ചില മെൻ്റൽ ബ്ലോക്ക് ഉണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പം ഇനീഷ്യൽ ടൈമിലൊക്കെ ഇപ്പം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെമ്യൂണറേഷനിലൊക്കെ കോംപ്രമൈസ് ചെയ്യുമായിരുന്നു ഇനീഷ്യലി ഒക്കെ? ഞാൻ ഇതിലേക്ക് വരുന്നൊരു സമയത്ത് എനിക്ക് ഇൻഡസ്ട്രിയുടെ റെമ്യൂണറേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഓക്കെ ദിസ് ഇസ് ഹൗ വി ആർ പേയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വെൽ ആൻഡ് ഗുഡ് ഐ വിൽ ഡു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കുമാണ് നമുക്ക് ധാരണ ഉണ്ടാവുന്നത് ഓക്കെ എന്നെ ചാനലിനും ആവശ്യമുണ്ട്, സോ ഐ ക്യാൻ ഡിമാൻഡ് ദിസ് എന്നുള്ളത് എനിക്ക് പിന്നെ ലേറ്റർ സ്റ്റേജിലാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ ഭയങ്കര വലിയ കോംപ്രമൈസ് ചെയ്ത് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഷോസിന് നമുക്കറിയാം അതിൻ്റെ പ്രൊഡക്ഷൻ ഇത്രയാണ് കോസ്റ്റ് ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യില്ല. പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പം ഇടയ്ക്ക് ഫിക്സഡ് ഇൻകം കിട്ടിയ ഒരു ടൈം ഉണ്ടായിരുന്നു, പിന്നെ അത് വേരിയബിൾ ഇൻകം ആയി. അപ്പം ഫിക്സഡ് കിട്ടുമ്പോഴും എടുത്ത് വെച്ചിരുന്നോ അതോ വേരിയബിൾ ഇൻകം കിട്ടുമ്പോഴായിരുന്നോ കൂടുതൽ? ഫിക്സഡ് കിട്ടുമ്പം ഒരിക്കലും എടുത്ത് വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് തീരുമായിരുന്നു. പിന്നെ ഒന്ന് ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത സമയത്ത് സാലറി ഒക്കെ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലുണ്ടായിരുന്നു നാട്ടിലെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അപ്പോഴും ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെയാണ് ജീവിക്കുന്നത്, അവിടെ അതിനുള്ള എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഇൻകം വേരിയബിൾ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു FD എങ്കിലും തുടങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. എന്നാൽ പോലും ഈ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും എഫിഷ്യൻ്റ് അല്ല.
ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് എ ബിസിനസ് മാൻ. അപ്പോൾ പുള്ളി ഉള്ളത് കൊണ്ടാണ് അത് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യത്തിലും ഇതുപോലെ അഡ്വൈസ് ചോദിക്കുകയും എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറയും, നീ ആ പൈസ ഇന്നതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും, നീ ഇത് മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയെങ്കിലും എന്നിട്ട് എനിക്ക് എല്ലാം വന്ന് അക്കൗണ്ട് തുടങ്ങാനുള്ള കാര്യങ്ങളും ലൈക്ക് എവറിത്തിങ് ഹി വിൽ ഡു. പക്ഷേ എന്നാലും എൻഡ് ഓഫ് ദി ഡേ അത് ഞാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമല്ലോ, എൻ്റെ അക്കൗണ്ടിലാണല്ലോ പൈസ കിടക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമല്ലോ. പക്ഷേ ആ കൊടുക്കണ സമയമാകുമ്പോഴത്തേക്കും എനിക്കൊരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നോർമലി ഇപ്പോൾ FD എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് അത് ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് രീതി തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്ത് വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്. അതെന്തുകൊണ്ട് ഇപ്പം ഈവൻ യു സ്റ്റഡീഡ് MBA, അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു ഓൾസോ സ്റ്റിൽ ഫീൽ നമുക്ക് ഓക്കെ FD തന്നെ തോന്നണത് എന്തുകൊണ്ടായിരിക്കും? പണ്ട് തൊട്ടേ ദാറ്റ് ഇസ് സംതിങ് സെക്യൂർ എന്നുള്ളൊരു ഫീലുണ്ട്. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ അവസാനം പറയുന്ന ഈ കണ്ടീഷൻസ് അപ്ലൈ ഉണ്ടല്ലോ, മാർക്കറ്റ് റിസ്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫിയർ ആണെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് നമുക്കൊരു നല്ല ഐഡിയ വേണം, അല്ലെങ്കിൽ അതിന് ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര അത്യാവശ്യമാണല്ലോ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ അത് പ്രോപ്പറായിട്ട് ഇത് പോയി പഠിക്കുന്ന ആളുകൾക്കല്ലാതെ ഒരു ജനറൽ കമ്മ്യൂണിറ്റിക്ക് അതൊരിക്കലും ഒരു സ്റ്റേജിലും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എഡ്യൂക്കേഷൻ്റെ കുറവ് ഡെഫിനറ്റായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ ഒരാൾ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. ആൻഡ് ഹീ ഡു ഇൻവെസ്റ്റ് വെരി വൈസ്ലി. പുള്ളി ഇതുപോലെ പല പ്രോജക്റ്റിലായിട്ട് പല സംഭവത്തിന് SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടൊക്കെ ഹീ ഡു ട്രേഡിങ് എല്ലാം. ഹീൽ ഡു എവറിത്തിങ് പ്രോപ്പർലി. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട പൈസയാണ്, ഇത് ഇപ്പം ഇങ്ങനെയായി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇടാൻ പറഞ്ഞു. വേണ്ട, അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയും. സോ എനിക്ക് ആ ഒരു ബ്ലോക്കുണ്ട്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഇഫ് ഹീ ഈസ് ഡൂയിങ് സംതിങ് ഞാൻ പറയും ഓക്കെ ചെയ്തോ എന്ന് പറയും. നമുക്കിപ്പോൾ ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള ഇപ്പം നമ്മൾ വെൻ വി ഹാവ് ഒരു അസുഖം വരുമ്പോൾ വി ഗോ ടു ഡോക്ടർ അല്ലേ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഒരു ഡയലമയിൽ ഉള്ളപ്പോൾ വി ഹാവ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്. ഇതുപോലെ വി ക്യാൻ ഗോ ആൻഡ് ടോക്ക്, എന്നിട്ട് ദീൽ ഡു നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞിട്ട് നമ്മളുടെ റിസ്ക്കും നമുക്ക് എത്ര ഇത് റിട്ടേൺ വേണം എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ദേ മേക്ക് എ ഡിസിഷൻ. സോ ദാറ്റ് ഇസ് വാട്ട് ദ ഇൻഫർമേഷൻ ദറ്റ് എനിക്ക് തരാൻ പറ്റുന്നത്. ലൈക്ക് നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഇന്ന് ഉണ്ട്. പിന്നെ ഈവൻ ഐ ഫീൽ ഈ ഒരു ഫീൽഡിൽ ഇത്രയും നാൾ ഇരുന്നിട്ട് ഈവൻ ഐ ഫീൽ പീപ്പിൾ ഷുഡ് കം ഔട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു FD എപ്പോഴും ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് നിന്ന് മാറിയിട്ട് ദേ ഷുഡ് എക്സ്പ്ലോർ പുതിയത്. കാരണം നമ്മളിപ്പോൾ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ അതിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഐ ഫീൽ അങ്ങനെ ഇത് വരണം എന്നുള്ള ഫീലിംഗ് എനിക്കും ഉണ്ട് എപ്പോഴും. ഇപ്പം മോളായതിനു ശേഷം അശ്വതിക്ക് ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ? അവൾക്ക് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ദാറ്റ് ഈസ് ഓൾ ദെയർ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ പ്ലാൻസ് ആയിട്ടും അവർക്കൊരു 18 വയസ്സാകുമ്പോൾ മെച്യൂർ ആവുന്ന തരത്തിലുള്ള പോളിസീസ് ആയിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് ഈസ് വെരി കീൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്കൊരു പാസഞ്ചർ പ്രിൻസസ് കളിക്കാൻ പറ്റും എന്ന് പറയുന്നത് ബിക്കോസ് ഹീ ഈസ് ദെയർ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ഭയങ്കര അഡ്വൈസ് കൊടുക്കാനോ ഇടപെടാനോ പോവാറില്ല. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഒരു പ്ലാനിൽ നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലോ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തും വിൽ ഡു ഇറ്റ് ടുഗദർ എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഏജ് എത്തുന്നത് വരെ അവരെ സെക്യൂർ ആക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ അവർക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കണം എന്നുള്ളൊരു പോളിസി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയും ഇല്ല. അവരെ എക്യുപ്ഡ് ആക്കുക. ദേ ഹാവ് ടു, അവരുടെ ലൈഫല്ലേ, ദേ ഹാവ് ടു ഏൺ ഫോർ ദംസെൽവ്സ്. അതിന് നമ്മൾ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ലൈക്ക് അപ്പം അശ്വതി ഒരു കുറേ കാര്യങ്ങൾ അറിഞ്ഞാണ് വളർന്നത്, ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ എല്ലാം അറിഞ്ഞാണ് വളർന്നത്. അപ്പം മോളെ കുട്ടികളെ അത് അങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണോ ചിന്തിക്കാറുള്ളത്? ലൈക്ക് എങ്ങനെയാണ് അവരെ ആ വാല്യൂ ഓഫ് മണി അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്ക് ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊടുത്ത് വളർത്തുന്ന കുട്ടികളാണ്. അവർ എന്ത് ചോദിച്ചാലും ഇമ്മീഡിയറ്റ്ലി കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് പലപ്പോഴും കുട്ടികൾ കാണുന്നില്ല. ഇറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ കുട്ടികളെ ഇൻസെക്യൂർ ആക്കിയിട്ട് ഉള്ളൊരു ചൈൽഡ്ഹുഡ് അവർക്ക് കൊടുക്കണം എന്നുള്ളതല്ല. വി ആസ് എ പേരൻറ്റ് നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ കടന്നു പോയിട്ടുള്ള സ്ട്രഗിൾസ് കൂടെ നമ്മുടെ കുട്ടി പോരുന്നത് നമ്മൾ വിചാരിക്കുന്നത് നോർമൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം
ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഇതിൻ്റെ പുറകിലുള്ളൊരു സ്ട്രഗിൾ ഉണ്ടല്ലോ. സോ ദീസ് തിങ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് പറയും അമ്മ ഇതിന് പോവണ്ട, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഷോയ്ക്ക് പോവണ്ട, അങ്ങനെയാണ്, കുറച്ച് ദിവസം അമ്മ എന്നാൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക, അച്ഛൻ ജോലി ചെയ്യാനുണ്ടല്ലോ എന്ന് പറയുമ്പം ഐ ഡു ഡിസ്കസ് വിത്ത് ഹർ. അച്ഛൻ മാത്രം ജോലി ചെയ്താൽ പോരാ, ദസ് ഇസ് ഹൗ വി ലീവ്, നമുക്ക് ഇത്ര എക്സ്പെൻസസ് ഉണ്ട്. ആൻഡ് ഓൾസോ അമ്മ ഈ പഠിച്ചതും വർക്ക് ചെയ്തതും ഒക്കെ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള ഏർണിങ്സ് വേണം. നമുക്ക് അച്ഛനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അമ്മയ്ക്ക് അമ്മയുടെ ഓൺ ഏർണിങ്സ് വേണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞാൽ വിൽ ഫിക്സ് എ ബഡ്ജറ്റ്. ദസ് ഇസ് യുവർ ബഡ്ജറ്റ്, ഇത്രയേ ഉള്ളൂ ഈ മാസം നമുക്ക് എടുക്കാൻ. സോ ഇതിനകത്ത് നിന്നിട്ട് നിനക്ക് എന്താ മേടിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് നിൻ്റെ വാണ്ടാണോ ഇത് നിൻ്റെ നീഡാണോ എന്നുള്ളത് നീ ഡിഫൈൻ ചെയ്തിട്ട് വേണം ഒരു സാധനം മേടിക്കാൻ. അപ്പോൾ എപ്പോഴും പറയും, ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോവുകയാണെങ്കിലും ഒരു സാധനം ഫാൻസി കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. യു റിയലി നീഡ് ദാറ്റ്. അത് നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. ആൻഡ് ഐ ഡു ഗീവ് ദം ഒരു പോക്കറ്റ് മണി എപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷേ അത് ക്ലിയർ ആയിട്ട് നമ്മുടെ സൂപ്പർവിഷനിൽ മാത്രമായിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവെയറായിട്ട് തന്നെയാണ് വളർത്തുക. പിന്നെ ചില സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മാക്സിമം ഒഴിവാക്കും. ഒരു കാര്യം വേണമെന്ന് പറയുമ്പോഴേക്കും ഇപ്പം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അതിപ്പോൾ മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പറയും, ഇല്ല അമ്മയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു പൈസ വരാനുണ്ട്, അത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഐ മേക്ക് ദം വെയിറ്റ്. സോ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ആഡ്സ് വാല്യൂ. സോ ദാറ്റ് അത് അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു, പിന്നെ ദേ ഡോണ്ട് നീഡ് ടു വെയിറ്റ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞു. ദെൻ ദേ വിൽ സെർച്ച് ഫോർ ഓക്കെ വാട്ട് നെക്സ്റ്റ്. അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, അടുത്ത റിവാർഡ് എന്താണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഐ ഓൾവേസ്, ഇപ്പം പെട്ടെന്ന് മേടിക്കാവുന്നൊരു സാധനമാണെങ്കിലും ഞാനത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ മേടിക്കാം എന്ന് പറയാറുണ്ട്. അതെ അതെ അതെ. അശ്വതിക്ക് തോന്നിയിട്ടുണ്ടോ മണി ലൈക്ക് സ്പോയിൽസ് റിലേഷൻഷിപ്പ് എന്ന്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും റീസൺ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന് മൾട്ടിപ്പിൾ റീസൺസ് പറയാൻ പറ്റും. ബിക്കോസ് മണി കടം കൊടുത്തിട്ടാണ് മിക്കവാറും പല പിന്നീട് സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ പല റിലേഷൻഷിപ്പും സ്പോയിൽ ആവാറുള്ളത്. സോ എൻ്റെ എപ്പോഴത്തെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു എമൗണ്ടാണ് ഞാൻ കടമായിട്ട് കൊടുക്കാറുള്ളത് എപ്പോഴും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഇറ്റ് വോണ്ട് അഫക്റ്റ് മൈ പ്രസൻറ്റ് സിറ്റുവേഷൻ. എൻ്റെ നോർമൽ സെനാരിയോനെ ബ്രേക്ക് ചെയ്യാത്ത എമൗണ്ട് ആണെന്നുണ്ടെങ്കിലാണ് ഞാനത് വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം അവരത്ര നമുക്ക് അങ്ങനെ ഉണ്ടാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഇതെനിക്ക് തിരിച്ച് കിട്ടിയാലും കുഴപ്പമില്ല, ലെറ്റ് ദം യൂസ് ഇറ്റ്, ബിക്കോസ് അത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതും അവരുടെ കയ്യിലിരിക്കുന്നതും ലൈക്ക് നമ്മുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്നൊരു പൈസ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ചിലപ്പോൾ അതിൻ്റെ ജീവൻ്റെ വില ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ സമയങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കത് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ എനിക്കിപ്പോൾ ആ കാര്യത്തിൽ വലിയ കൺസേൺ ഇല്ല. അതുകൊണ്ട് എനിക്ക് പൈസ കൊടുത്ത് വലിയ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ഉണ്ടായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അശ്വതിക്ക് ഒരു മെൻ്റൽ വെൽനെസ് സെൻറ്റർ ഉണ്ട്. എന്താണ്, വാട്ട് ഇസ് ഇറ്റ് ഡൂയിങ്? ബിക്കമിംഗ് എന്നാണ് നമ്മുടെ സെൻറ്ററിൻ്റെ പേര്. അത് ആക്ച്വലി പറഞ്ഞ പോലെ ഒരു മെൻ്റൽ വെൽനെസ് പ്ലാറ്റ്ഫോമാണ്. വേൾഡിൻ്റെ പല ഭാഗത്തുള്ള ലൈഫ് കോച്ചസിനെയും തെറപ്പിസ്റ്റുകളെയും ഒക്കെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഐ മൈസെൽഫ് ഈസ് എ ലൈഫ് കോച്ച്, ഐ എം എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് എ ടീം. അപ്പം നമുക്കിവിടെ കൊച്ചിയിൽ തന്നെ കാക്കനാട് ഒരു ഓഫീസുണ്ട്. നമ്മൾ കൂടുതലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്, പക്ഷെ എന്നാലും ഓൾ ഏജ് കാറ്റഗറി അങ്ങനെയാണ്. യെസ്. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ ഡു വെൽ. കാരണം എപ്പോഴും ന്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ. ഇറ്റ്സ് റിയലി താങ്ക് യു. അപ്പം എനിക്ക് തോന്നുന്നു യു ക്യാൻ ആൾക്കാരെ ഒരു മെന്റൽ വെൽനെസ് കൊണ്ടുവരാൻ പറ്റുന്നു തോന്നുന്നു. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഐ എം നോട്ട് എ ബിസിനസ് പേഴ്സൺ. ബിക്കോസ് എനിക്ക് കൂടുതലുള്ളത് ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. സോ എനിക്കിപ്പം എന്നോടിപ്പോൾ ഒരാൾ ഓക്കെ നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഈ സർവീസിന് ചാർജ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും. ദെൻ ഐ വിൽ തിങ്ക് ഓക്കെ ഞാൻ ഈ തെറപ്പിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഐ ഹാവ് ടു പേ. അവരാരും ഫ്രീ ആയിട്ടല്ല ഈ സർവീസ് തരുന്നത്, അവരൊക്കെ പഠിച്ച് ഇറങ്ങിയ അവരുടെ പ്രൊഫഷണലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ദേ വിൽ ചാർജ് ആൻഡ് ഐ ഹാവ് ടു പേ ദം. ആൻഡ് ദീസ് പീപ്പിൾ വിൽ ആസ്ക് മീ, അശ്വതി ആയതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ എനിക്കെന്തോ ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ പറയാം അയ്യോ അപ്പോൾ ഞാൻ മേടിക്കാൻ ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ദെൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നോട് എപ്പോഴും പറയുക അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരാളുടെ സമയവും എനർജിയും എക്സ്പെർട്ടൈസും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് എ കോസ്റ്റ്.
അപ്പം ആ ഒരു സംഭവമുണ്ട്. ബട്ട് വി ഡു ഹാവ് ഫ്രീ സ്ലോട്ട്സ് കേട്ടോ. നമ്മൾ ഫ്രീ സ്ലോട്ട്സും മന്ത്ലി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നോൺ വർക്കിംഗ് ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ ഒരു നോൺ ഇൻകം ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും അവർക്കും ഒരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ. സോ വി ബാലൻസ് ദാറ്റ്. ഇറ്റ് ഇസ് ലൈക്ക് ഒരാളിപ്പോൾ നമുക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വാല്യൂബിൾ ഇപ്പോഴത്തെ ഒരു ടൈം. അതെ അതെ ട്രൂ. അപ്പം നമുക്ക് ആക്ച്വലി ഈ ഒരു ഇതിലൊരു റാപ്പിഡ് ഫയർ ഉണ്ട്. ഈശ്വര, ജസ്റ്റ് ഒരു പൈസയുടെ കാര്യം മാത്രം ചോദിക്കുന്നത്, വേറെ ആങ്കർ, ആക്ട്രസ്, ഓത്തർ, അപ്പം അതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? അങ്ങനെ ചോദിച്ചാൽ ബീങ് എൻ ഓതർ. എന്തിന് റിലേറ്റഡ് ആണ് നോർമലി എഴുതാറുള്ളത് കൂടുതലും? നോർമലി എഴുതാറുള്ളതൊക്കെ ഫിക്ഷനാണ്. പക്ഷേ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു നോൺ ഫിക്ഷൻ എഴുതി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റിലേറ്റിംഗ് ടു ലൈഫ് കോച്ചിങ് ആൻഡ് ആ ഏരിയയിലുള്ള എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചിട്ട് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ല. ഗോൾഡ് ആണോ, FD ആണോ, റിയൽ എസ്റ്റേറ്റ് ആണോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചാൽ മേ ബി FD ആയിരിക്കും. FD ആയിരിക്കും. അതൊരു വൈസ് ചോയ്സ് അല്ലെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അതൊക്കെ എനിക്കറിയാം, അത് അറിയാഞ്ഞിട്ടല്ല. എന്നാലും നമ്മുടെ പീസാണ്. പീസ് ഓഫ് മൈൻഡ് എനിക്ക് അത് പറഞ്ഞ പോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പറയും, നീ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞോ എന്ന് പറയൂ. ബിക്കോസ് ഹീൽ ഓൾവേസ് ചെയ്യോ നമ്മൾ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഗോൾഡിലേക്ക് നോക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടോ അതിനൊരു വാല്യൂ ഉള്ള പോലെ ഒന്നും എനിക്കെന്തോ ഫീൽ ചെയ്യാറ്. കൂടുതലൊരു ഇമോഷണൽ അസെറ്റ് ആണല്ലോ അല്ലേ? ട്രൂ. നോർമലി സേവർ ആണോ, സ്പെൻഡർ ആണോ? കുറേ ആലോചിച്ചിട്ടാണോ ഒരു സാധനം വാങ്ങിക്കുക, അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണോ പിന്നെ ആലോചിക്കുക? ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. എനിക്ക് ശരിക്കും വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാറില്ല. സ്ട്രെസ് ബസ്റ്റർ എന്താണ്? ട്രാവലിംഗ് ആണോ, ഷോപ്പിംഗ് ആണോ? ട്രാവലിംഗ്. മോസ്റ്റ് യൂസ്ഡ് ആപ്പ് എന്തായിരിക്കും ഫോണിൽ? ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്. ഏർലി പ്ലാനർ ആണോ അതോ ലാസ്റ്റ് മിനിറ്റ്? ലാസ്റ്റ് മിനിറ്റ്. ബെസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസ് യു ഹാവ് എവർ റിസീവ്ഡ്? ബെസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് അതെപ്പോഴും അമ്മ പറയുന്ന ഡയലോഗാണെന്ന് എനിക്ക് തോന്നുന്നത്. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. ഹൗ മച്ച് എവർ യു സ്പെൻഡ്, അതിനൊരു കണക്ക് വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വൈസസ് ഐ ഹാവ് എവർ റിസീവ്ഡ്. അത് ശരിയാണ്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് ആര് പറഞ്ഞു എന്നുള്ള കോണ്ടെക്സ്റ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ആരൊക്കെയോ പറഞ്ഞ എൻ്റെ തലയിൽ എപ്പോഴും ഉള്ളൊരു കാര്യം, മണി സ്പെൻഡ് ചെയ്യുമ്പം പേടിച്ച് സ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. വെൻ യു ഡൂയിങ് ഇറ്റ്, ഡു ഇറ്റ് വിത്ത് യുവർ ഫുൾ ഹാർട്ട്. ആ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ഫുൾഫിൽമെൻ്റ് ഉള്ളത്. അല്ലാതെ അയ്യോ എൻ്റെ പൈസ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യുക പോലും ചെയ്യരുത്. ആ സാധനം തരുന്ന ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വിത്ത് ഫുൾ ഹാർട്ട് മാത്രമാണ് സ്പെൻഡ് ചെയ്യാവുള്ളൂ എന്നുള്ളത്. ദാറ്റ് ഐ വിൽ ഓൾവേസ് ഫോളോ. ഇപ്പം നമ്മളുടെ ആൾക്കാരിൽ പൊതുവെ ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മണി ഹാബിറ്റ് എന്താണെന്നാണ് അശ്വതിക്ക് തോന്നുന്നത്? മണി ഹാബിറ്റ് എനിക്ക് തോന്നുന്നത് ഒരു കോൺഷ്യസ് സ്പെൻഡിങ് വേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ. നമുക്കിപ്പോൾ ഫുഡ് ആപ്സ് തന്നെ നമ്മുടെ ഫോണിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും മൈൻഡ്ലെസ് ആയിട്ട് തന്നെ അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലൊരു ആപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എത്രത്തോളം ഒരു മാസം അതിനകത്ത് നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഡു ഐ റിയലി നീഡ് ദിസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ആ ഒരു കാര്യം ഒന്ന് പിടിച്ചാൽ തന്നെ കുറച്ച് നമ്മുടെ ഒരു എന്താണ്, പലപ്പോഴും നമ്മളൊരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടാണ് ഇത്. ജസ്റ്റ് ബിക്കോസ് നമുക്ക് ഇത് മേടിക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ള ഫീൽ ചെയ്യുമ്പോൾ വി ആർ ഇൻ കൺട്രോൾ ഓഫ് അവർ സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്നുള്ളത് ഒരു കോൺഷ്യസ് അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബെറ്റർ ആവും തോന്നുന്നുണ്ട്. അശ്വതി ഭയങ്കര ബോൾഡാണ്, കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല, എന്തായാലും കാണുന്നവർക്ക് അങ്ങനെയാണ്. അതാണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പം എങ്ങനെ, ഹൗ ഡിഡ് യു ഡെവലപ്പ് യുവർ സെൽഫ് ഇങ്ങനെ ഒരു എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും? ബിക്കോസ് യു കെയിം ഫ്രം ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ട്. ബട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ഇതെന്ന് പറയുമ്പം ലൈക്ക് എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അശ്വതിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്, ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ ഫോർ പീപ്പിൾ? അയ്യോ, ഞാനെങ്ങനെ ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ജേർണി. ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ എക്സ്പീരിയൻസ് കൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ഔട്ട് ചെയ്യാൻ എന്നെ തന്നെ പുഷ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഞാൻ അത്ര ബോൾഡായിട്ടുള്ള ആളല്ല.
ടു ബി വെരി ഹോണസ്റ്റ്. ഞാൻ ഭയങ്കര ഫ്രജൈലായിട്ടുള്ള ഒരാളാണ്, വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പെട്ടെന്ന് ഒച്ച എടുത്ത് കഴിഞ്ഞാൽ ഫ്രീസായി പോകുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോൺസ് ചിലപ്പോൾ കരയുന്ന അങ്ങനെയുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പം വേറൊരാളെന്നെ കുറിച്ച് അങ്ങനെ മോശമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ 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 നന്ന് മുഴുവൻ ആങ്സൈറ്റി ഉണ്ടാവുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഒരു പരിധി വരെ ആയിരുന്നു എന്ന് പറയാം. കുറേ കാര്യത്തിൽ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ പഠിക്കാനുള്ളൊരു കോൺഷ്യസ് എഫേർട്ട് നടത്തിയിട്ടുണ്ട് ലൈഫിൽ. ഞാൻ ചില റിസ്ക്കുകൾ എന്നെ തന്നെ പുഷ് ചെയ്ത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളൊരു കാര്യം, ഐ എം എ കോൺസ്റ്റൻറ്റ് ലേണർ. ഞാൻ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ MBA പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതോടുകൂടി എൻ്റെ ലേണിംഗ് അവസാനിച്ചിട്ടില്ല. ഐ ഡു ലേൺ പുതിയ പുതിയ കാര്യങ്ങൾ. wearing so many hats on. യെസ്. അപ്പം ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു പുതിയ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ തന്നെ എന്നുള്ള ഒരു ഫീലുണ്ട്. ദാറ്റ് ഗീവ്സ് മീ എ കോൺഫിഡൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇവിടെ അശ്വതിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ലൈക്ക് പ്ലീസ് കോൾ ഹർ. കാരണം ഐ റിയലി ലൈക്ക് വ്യൂസും ഇതൊക്കെ ആൻഡ് യുവർ കോൺഫിഡൻസ്. സോ കീപ് ഗോയിങ്. ഓൾ ദ ബെസ്റ്റ് ഇനി ഫ്യൂച്ചറിൽ എല്ലാ കാര്യത്തിനും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.